രോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്തുകൊണ്ട് അത്ഭുത രോഗശാന്തി സംഭവിക്കുന്നില്ല? ഈ ദിവസങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ക്രിസ്തു അല്ലെങ്കിൽ മാതാവ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനഗുരുക്കന്മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തൊട്ട് സുഖപ്പെടുത്തുന്നില്ല എന്ന്. മാർപ്പാപ്പ ആശുപത്രിയിലായപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ദൈവത്തെയും രോഗശാന്തി വരത്തെയും ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയുമായി സിസ്റ്റർ സോണിയ തെരേസ് DSJ. ഈ ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ദൈവത്തിന് മാർപ്പാപ്പയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെതായ ന്യായങ്ങളുണ്ടെന്നത്. അത് ഒരുപക്ഷെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. രോഗാവസ്ഥയിലായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കണം. സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതം ഫ്രാൻസിസ് പാപ്പയുടെ മേൽ നിറവേറട്ടെ എന്നും ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കാൻ മാർപ്പാപ്പയ്ക്ക് ശക്തി കൊടുക്കണേ എന്നും ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയെന്ന സിസ്റ്റർ സോണിയ തെരേസ് ബൈബിളിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വയം ശൂന്യനായി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ 3 വർഷത്തെ പരസ്യജീവിതം ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞതായിരുന്നു. 4 സുവിശേഷങ്ങളിലും കാണുന്ന നിരവധി അത്ഭുതങ്ങളുടെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന്, വൈദ്യശാസ്ത്രത്തിനോ ഈ ഭൂമിയിലുള്ള മറ്റ് ഏതെങ്കിലും ശക്തിക്കോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാതെ തീർത്തും പ്രതീക്ഷ നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ദൈവശക്തി ഇടപെടുന്നത് എന്നതാണ്. ഉദാഹരണത്തിന്, വിശുദ്ധ മർക്കോസ് വിവരിക്കുന്ന രക്തസ്രാവക്കാരി സ്ത്രീയുടെ അനുഭവം. സുവിശേഷകൻ എടുത്തു പറയുന്നുണ്ട്, 12 വർഷമായി രക്തസ്രാവമുള്ള ആ സ്ത്രീ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചിലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് എന്ന്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവസാനത്തെ പ്രതീക്ഷയായാണ് ജനക്കൂട്ടത്തിനിടയിലൂടെ അവന്റെ പിന്നിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അത്രമേൽ തീക്ഷ്ണതയോടെ അവൾ വിശ്വസിച്ചു, അവന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി താൻ സുഖം പ്രാപിക്കുമെന്ന്. ദാഹത്തോടെ, അതിലേറെ ധൈര്യത്തോടെ ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ച നിമിഷം തന്നെ അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, എന്നാൽ 12 വർഷമായി ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവൾ എന്ന് ചുരുക്കം. കാരണം രക്തം ജീവനാണ്. ജീവന്റെ ദാതാവായ യേശു ആ പാവപ്പെട്ട സ്ത്രീയുടെ വിശ്വാസം ഗ്രഹിച്ച് തന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ അവൾ സ്പർശിക്കുവാൻ നിന്നുകൊടുത്തു എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. മാത്രമല്ല, അവളുടെ ആ ഉറച്ച വിശ്വാസം തനിക്ക് ചുറ്റും കൂടി നിന്ന് തിക്കും തിരക്കും കൂട്ടുന്നവർക്ക് ഒന്ന് വ്യക്തമാക്കി കൊടുക്കണമെന്നും യേശു മനസ്സിലുറപ്പിച്ചു. അതുകൊണ്ടാണ് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് എന്ന് ചോദിച്ചത്. യേശുവിന്റെ ചോദ്യത്തെ നിസ്സാരമായി എടുത്ത ശിഷ്യന്മാരുടെ മറുചോദ്യം വകവയ്ക്കാതെ തന്റെ വസ്ത്രത്തേക്കാൾ തന്റെ ഹൃദയത്തെ സ്പർശിച്ച ആ സ്ത്രീയെയും അവളുടെ ഉറച്ച വിശ്വാസത്തെയും ചുറ്റുമുള്ളവരുടെ മുൻപിൽ എടുത്തു കാണിച്ച് അഭിനന്ദിച്ചാണ് ദൈവപുത്രൻ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുമ്പോഴും യേശുവിന്റെ ചോദ്യത്തിന് ആ ബാലന്റെ പിതാവ് പറയുന്ന മറുപടി ഇത് തുടങ്ങിയത് ശൈശവം മുതൽ ആണെന്നാണ്. അതായത്, സകലമാന വൈദ്യന്മാരുടെ അടുത്തും സകല മാനുഷിക ശക്തിയുടെ പിന്നാലെ പോയിട്ടും സാധിക്കാത്ത സൗഖ്യം ദൈവപുത്രനായ യേശുവിൽ ലഭിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെല്ലാം ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചോ അവിടെയെല്ലാം അവനെ തേടി വന്നവരുടെ അടിയുറച്ച വിശ്വാസത്തിന് മുൻപിലും ഒപ്പം എല്ലാ പ്രതീക്ഷയും അറ്റുപോയവർക്കും വേണ്ടിയാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ചികിത്സയ്ക്ക് പകരം വെക്കാവുന്ന ഒന്നല്ല ദൈവിക രോഗശാന്തി, മറിച്ച് പലപ്പോഴും അത് ചികിത്സകൾ പലത് നടത്തി പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കുള്ളതാണ്. എനിക്കറിയാവുന്ന പ്രായം ചെന്ന ഒരു സിസ്റ്ററുണ്ട്. ഒരു മിഷണറി ആകണമെന്ന തീക്ഷ്ണതയാൽ 1964 കപ്പൽ മാർഗം ഇറ്റലിയിലേക്ക് പോയി. അവിടെ സന്യാസ പരിശീലനമൊക്കെ നടത്തി ഒരു സന്യാസിനിയായി വ്രതം ചെയ്തു. സന്യാസ ജീവിതം ആരംഭിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പല ചെക്കപ്പുകളും നടത്തി അവസാനം ഡോക്ടർമാർ ആ സിസ്റ്ററിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. ഏകദേശം 50 വർഷം മുൻപ് യൂറോപ്പിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ നൽകിയെങ്കിലും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഡോക്ടർമാർ ആ സിസ്റ്ററിന്റെ സഭാധികാരികളോട് പറഞ്ഞു, ഇത്രയ്ക്കും പ്രായം കുറഞ്ഞ ഈ സിസ്റ്ററിനു വേണ്ടി ഞങ്ങൾക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ സിസ്റ്ററിനെ സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞുവിടുക എന്നതാണ്. വെറും 6 മാസം കൂടിയേ അവർക്ക് മുൻപിൽ ഇനി ജീവിതമുള്ളൂ. അതുകൊണ്ട് സ്വന്തക്കാരുടെ പരിചരണം ഏറ്റുവാങ്ങി സ്വന്തം ഭൂമിയിൽ കിടന്ന് മരിക്കാനെങ്കിലും നമുക്ക് ആ സിസ്റ്ററിനെ അനുവദിക്കാമെന്ന്. ഡോക്ടർമാരുടെ അഭിപ്രായം സ്വീകരിച്ച സഭാധികാരികൾ ആ സിസ്റ്ററിനെ കേരളത്തിലേക്ക് തിരിച്ചയച്ചു. ഇനി അധികകാലം ജീവിക്കില്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ ആ സിസ്റ്റർ പക്ഷെ വൈദ്യശാസ്ത്രത്തിന്റെ ഉറവിടമായ ദൈവത്തിന്റെ കരങ്ങളിൽ അങ്ങ് അള്ളിപ്പിടിച്ചു.
അനുദിനവും പ്രാർത്ഥനകളും നൊവേനകളും മറ്റുമായി മണിക്കൂറുകൾ ദൈവതിരുമുൻപിൽ ചിലവഴിക്കാൻ തുടങ്ങി. വെറും 6 മാസം മാത്രമേ ആ സിസ്റ്റർ ജീവിച്ചിരിക്കൂ എന്ന് വിധിച്ച ഡോക്ടർമാർ വർഷങ്ങൾക്ക് മുന്നേ മരിച്ച് പരലോകം പൂകിയിട്ടും വാർദ്ധക്യ സഹജമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏകദേശം 50 വർഷം കഴിഞ്ഞിട്ടും ആ സിസ്റ്റർ തന്റെ പ്രാർത്ഥനകളും നൊവേനകളും മറ്റുമായി ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമായി ഇന്നും കോൺവെന്റിലുണ്ട്. അതായത് അത്ഭുതം എന്നത് എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവഹിതപ്രകാരം അപൂർവമായി നടക്കുന്നതാണ്. യേശുവിന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ യേശുവിന് വളരെ നിഷ്പ്രയാസം ചെയ്യാമായിരുന്ന അത്ഭുതങ്ങൾക്ക് പോലും ദൈവപുത്രൻ അധികം പ്രാധാന്യം നൽകിയിട്ടില്ല. ഉദാഹരണത്തിന്, ലോകരക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രന്റെ വളർത്തുപിതാവായി, അതായത് ഭൂമിയിൽ പിതാവായ ദൈവത്തിന്റെ നിഴലായി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിന് വാക്കുകൊടുത്ത വ്യക്തിയാണ് യേശുവിന്റെ വളർത്തുപിതാവായ ജോസഫ്. ക്ലേശങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഭീഷണികളും ഒളിച്ചോട്ടങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു ജോസഫിന് തന്റെ ദൗത്യം നിർവഹിക്കാൻ. ഇത്രയേറെ കഷ്ടതകൾ സഹിച്ച ജോസഫ് യുവാവായ യേശുവിന്റെ മടിയിൽ കിടന്നാണ് അന്ത്യശ്വാസം വലിച്ചതെന്ന് പാരമ്പര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ പലരും ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ഈശോ യൗസേപ്പിതാവിനെ തൊട്ട് സൗഖ്യപ്പെടുത്തിയില്ല എന്ന്. ഈ ചോദ്യത്തിന് നൽകാൻ പറ്റുന്ന ഉത്തരം എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് അതിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടെന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായെങ്കിൽ മരുന്നിനൊപ്പം ഒരു സാധാ വിശ്വാസി തീർച്ചയായും ദൈവത്തിലും ആശ്രയിക്കും. കാരണം വൈദ്യശാസ്ത്രവും ദൈവാശ്രയവും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഒന്നിനെ മറ്റൊന്നിനെ ഒഴിച്ചുകൂടാനാവാത്ത പോലെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് തന്നെയോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും രോഗമോ കഷ്ടതയോ വന്നാൽ വൈദ്യശാസ്ത്രത്തിലും ഒപ്പം ദൈവത്തിലും ആശ്രയിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത് എന്നാണ്. യുക്തിവാദികളും നിരീശ്വരന്മാരും മറ്റും പലരും എന്തെങ്കിലും ഒക്കെ പറയട്ടെ, ഒരിക്കലും നമ്മുടെ വിശ്വാസം ആർക്കു മുൻപിലും നാം അടിയറ വയ്ക്കരുത്. ജീവിതകാലം മുഴുവൻ ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ച വിശ്വാസികളായി മുന്നോട്ടു പോവുക. ലോകത്തിന്റെ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാതെ തനിച്ചു നടക്കേണ്ടി വന്നാൽ തനിച്ചു നടക്കാൻ ചങ്കൂറ്റം കാണിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. അത് വിശ്വാസ ജീവിതത്തിലായാലും മറ്റ് ഏത് ജീവിത സാഹചര്യത്തിലായാലും ശരിയെന്ന് സിസ്റ്റർ സോണിയ തെരേസ് ഓർമ്മിപ്പിക്കുന്നു.